അടുക്കലെത്തിയ ഊരിയാവിനെ രാജാവ് കാര്യമായി സൽക്കരിച്ചു. പാവം ഊരിയാവ്, ഈ രാജാവ് എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം എന്തിനാണ്? അവൻ ആകപ്പാടെ അന്തം വിട്ടിരുന്നു. അന്ന് സന്ധ്യയായി. ദാവീദ് രാജാവ് ഊരിയാവിനെ നിർബന്ധിച്ച് ബത്ശേബയുടെ അടുത്തേക്ക് അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അല്പം വീഞ്ഞൊക്കെ കുടിച്ച് മതോന്മത്തനായിരുന്ന ഊരിയാവ് പോകുന്ന വഴിയിൽ കൊട്ടാര പടിവാതിൽക്ക് നിൽക്കുന്ന തന്റെ പഴയ സുഹൃത്തുക്കൾ പടയാളിനെ കണ്ട് അവൻ അവിടെ നിന്ന് കഴിഞ്ഞു. ഇത് രാജാവ് പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞു. രാജാവ് വീണ്ടും അവനെ വിളിപ്പിച്ചു. ഊരിയാവേ, നീ കടന്നു വാ. അന്ന് തലേ ദിവസം അധികം വീഞ്ഞ് അവന്റെ കൊട്ടാരത്തിലെ ബാറിൽ നിന്ന് നൽകി കൃഷ്ണാന ഭോജനം നൽകി അവനെ ഞങ്ങൾ സുഖലോലുപനാക്കി. അന്നും സന്ധ്യയ്ക്ക് ഊരിയാവനെ രാജാവ് അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നോഫലം. അന്നും ഊരിയാവ്, നീ അറിഞ്ഞോ ദാവീദ് രാജാവ് 1000 ഷാപ്പുകൾ തുറന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ് എവിടെയോ അവൻ സ്കൂട്ടായി. ഇത് തന്നെ നമുക്ക് വളരെ പരിചയമുള്ള രംഗമാണ്. നമ്മുടെ കേരളത്തിൽ സന്ധ്യാസമയങ്ങളിലും രാവിലെയും ഉച്ചയ്ക്കും ഉച്ചനേരത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. തോടിന്റെ വരയ്ക്കും കരകിന്റെ കീഴിലും ഒക്കെ ഓരോരുത്തരിങ്ങനെ അനന്തശേഖരം നടത്താൻ പല പാമ്പുകളെ പറ്റി ഇല്ലേ? നമ്മുടെ കേരളം കുടിയന്മാരുടെ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ? ഓണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ നമ്മൾ കുടിച്ചു തീർക്കുന്നത് എത്രയോ ലക്ഷം ലിറ്ററുകളാണ്. ഇതാ ഓണം വരുന്നു, വീണ്ടും നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ കുടിക്കുന്ന കുടിയന്മാരുടെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? കേൾക്കേണ്ട പാട്ടാണ്. അങ്ങനെ ഒരു കാലം കേരളത്തിലുണ്ട്. നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഊരിയാവ് അന്നും എവിടെയോ കിടന്നു പോയി. രാജാവിന്റെ പണി വീണ്ടും പാളി എന്ന് മനസ്സിലായി. രാജാവല്ലേ, കുരുട്ടുബുദ്ധിക്ക് യാതൊരു കുറവുമില്ല. പിറ്റേ ദിവസം രാവിലെ രാജാവ് അറ്റ കൈ പ്രയോഗിച്ചു. തന്റെ സേനാ നായകന് ഒരു കത്തും കൊടുത്ത് ഊരിയാവനെ യുദ്ധഭൂമിയിലേക്ക് അയച്ചു. ആ കത്ത് ഇപ്രകാരമായിരുന്നു. മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ, പട കഠിനമായിരിക്കുന്നിടത്ത് ഊരിയാവനെ നിർത്തുക, വെട്ടേറ്റ് മരിക്കേണ്ട കോണം അവനെ യുദ്ധഭൂമിയിൽ ഒറ്റപ്പെടുത്തുക. പടനായകൻ രാജാവിന്റെ കൽപ്പന പോലെ തന്നെ ചെയ്തു. ഊരിയാവനെ യുദ്ധഭൂമിയിൽ തനിച്ചെവിടെയോ വിട്ടു. സുഹൃത്തുക്കളെ, ശത്രുക്കളുടെ വെട്ടേറ്റ് ഊരിയാവ് ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. നമ്മൾക്കറിയാം, പ്രിയതമ ഊരിയാവനെ കാത്ത് നാട്ടിൽ കഴിയുന്നു. ഊരിയാവ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണു.
മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഒരിത്തിരി നേരം ഇരിക്കണേ. പാവം ബത്സേബ തന്റെ പ്രിയതമന്റെ ചേതനയേറ്റ ശരീരത്തിൽ വീണ് അവൾ ആർത്തലച്ചു കരഞ്ഞു. തന്റെ എല്ലാമായ പ്രിയതമൻ തന്നെ വിട്ടു പോയിരിക്കുന്നു. പക്ഷെങ്കിൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന് പിന്നിൽ രാജാവിന്റെ കൊലച്ചതിയായിരുന്നത് അവൾ ഒരിക്കലും അറിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. തന്റെ ഭർത്താവിന്റെ വിലാപകാലം 16 or 40 എത്രയാവട്ടെ, അത് കഴിഞ്ഞ് വിഷമനായിരിക്കുന്ന ബത്സേബയുടെ അടുത്തേക്ക് രാജാവ് രാജകൽപ്പന അയച്ചു. രാജാവിനെ മുഖം കാണിക്കാൻ ബത്സേബ രാജാവിനെ മുഖം കാണിച്ചു. രാജാവ് തന്റെ ഗീതം ബത്സേബയോട് അറിയിച്ചു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എന്തിനധികം പറയുന്നു, രാജകൽപ്പനയല്ലേ കല്ലിൽ പുലർക്കും. ബത്സേബ അങ്ങനെ ദാവീദ് രാജാവിന്റെ പത്നിയായി. എല്ലാം ഒരു സംശയവുമില്ലാതെ ശുഭമായി അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. എല്ലാം കാണുന്ന നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് മൂടിക്കെട്ടുവാൻ ആർക്കും സാധ്യമല്ല പ്രിയരെ. കാര്യം താൻ തന്നെ പിടിച്ച് രാജാവാക്കിയതാണെങ്കിലും ദൈവത്തിന് ദാവീദ് രാജാവിന് ഈ പ്രവൃത്തികൾ ഒട്ടും പിടിച്ചില്ല. കോപിഷ്ഠനായ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. സംസാര മധ്യേ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ഒരു കഥ പറഞ്ഞു. ആ കഥ ഇങ്ങനെയായിരുന്നു. ഒരു പട്ടണത്തിൽ ഒരു ധനികനായ മനുഷ്യനും ഒരു ദരിദ്രനും ജീവിച്ചിരുന്നു. ധനവാന് ധാരാളം ആടുമാടുകളും സ്വത്തുക്കളും ഉണ്ടായിരുന്നെങ്കിലും ഈ ദരിദ്രനായ മനുഷ്യന് ഒരു ചെറിയ സ്വന്തം മക്കളെ പോലെ തരുന്ന ഒരു കുഞ്ഞാട് മാത്രം ഉണ്ടായിരുന്നു. ഒരു ദിവസം ധനവാന്റെ വീട്ടിൽ എന്തോ വിരുന്ന് സൽക്കാരം നടന്നപ്പോൾ ഈ ധനവാൻ ദരിദ്രനായ മനുഷ്യന്റെ ആ കുഞ്ഞാടിനെ പിടിച്ച് അറുത്ത് കറി വെച്ചു, വിളമ്പി. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാവീദ് രാജാവ് കോപം കൊണ്ട് രോഷാകുലനായി. കാരണം ധനവാനെതിരെ ദാവീദ് പ്രതികരിക്കുകയാണ്. അഹങ്കാരിയ മനുഷ്യൻ, ആ ദരിദ്രന്റെ കുഞ്ഞാടി അവന് കിട്ടിയിട്ടുള്ളൂ, അവനെ കൊല്ലണം, അത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ദാവീദ് വെച്ച് കാച്ചി. അപ്പോൾ കോപിഷ്ഠനായി നമ്മുടെ നാഥാൻ പ്രവാചകൻ അവരോട് ആക്രോശിച്ചു, ആ മനുഷ്യൻ നീ തന്നെ. ഈ വാർത്ത കേട്ട ദാവീദ് മഹാരാജാവ് ഞെട്ടി വിറച്ചു, ഭയപരവശനായി. തുടർന്ന് നാഥാൻ പ്രവാചകൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ദാവീദിന് ചെയ്ത എല്ലാ നന്മകളും എണ്ണി എണ്ണി പറഞ്ഞു. ഇനിയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ ദാവീദ് ആകെ ഭയപരവശനായി. ഞാൻ രഹസ്യം ചെയ്ത എല്ലാ പാപങ്ങളും ദൈവം കണ്ടുപിടിച്ചിരിക്കുന്നു. ദാവീദ് അനുതപിച്ചു, ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ദാവീദേ, ഞാൻ നിനക്കൊരു ഇളവ് തരാം. നീ മരിക്കുകയില്ല, പക്ഷെങ്കിൽ നിനക്ക് ജനിക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിന്റെ ജീവൻ ഞാൻ എടുക്കും എന്നൊരു ഉടമ്പടി വെച്ചു. ദാവീദ് തൽക്കാലം ഒരു ആശ്വാസം കണ്ടതിൽ ആശ്വസിച്ചിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ബത്സേബ ഒരു ഓമന കുഞ്ഞിനെ ജന്മം നൽകി. ആ കുഞ്ഞിന്റെ ജന്മത്തിങ്കിൽ ദാവീദും ബത്സേബയൊക്കെ വളരെയധികം സന്തോഷിച്ചു. അവർ കുഞ്ഞിനെ എടുത്ത് താരാട്ട് പാടി അങ്ങനെ ഉറക്കി ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം ദാവീദിനും ബത്സേബയ്ക്കും ഉണ്ടായ ആ കുഞ്ഞിന് ഒരു മാരകമായ രോഗം പിടിപെട്ടു. ദാവീദിന് കാര്യം മനസ്സിലായി, ബത്സേബയ്ക്കൊന്നും മനസ്സിലായില്ല. എന്തിനധികം പറയുന്നു, ആ പ്രിയ കുഞ്ഞ് ഈ ലോകം വിട്ട് മാറി. തന്റെ പിഞ്ചു കുഞ്ഞിന്റെ ആ ചേതനയേറ്റ കുഞ്ഞു ശരീരം